ഗീതുവിൻ്റെ മനസ്സ് കീഴടക്കി ഗോവിന്ദ്. ഗീതാഗോവിന്ദം പ്രേക്ഷകർ കാത്തിരുന്ന മുഹൂർത്തം. ഗീതാഗോവിന്ദം പ്രേക്ഷകർക്ക് ഒരു കിടിലൻ പ്രൊമോ തന്നെയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ പ്രൊമോയ്ക്ക് ആദ്യം കാണിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അവന്തികയും കിഷോറും തമ്മിലുള്ള ഒരു സംസാരമാണ്. അപ്പോൾ കിഷോർ നമ്മുടെ ഗീതുവിൻ്റെ അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനും വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം ഇന്നു മുതൽ അവർണിക അറിയാൻ പോകുകയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുള്ള കളികൾ മുന്നോടി തന്നെയാണ്. ഇന്ന് നമ്മുടെ അവർണികയുടെ കയ്യിൽ നമ്മുടെ കിഷോറിൻ്റെ ഫോണിലിരിക്കുമ്പോൾ ഏതോ ഒരു നമ്പറിൽ നിന്ന് ഇങ്ങനെ തുരുതുരാ മെസ്സേജും കോളും വരുന്നുണ്ട്. അപ്പോൾ കിഷോറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, ഇങ്ങനെ എനിക്കറിയില്ല, അൺനോൺ നമ്പറിൽ നിന്ന് ഇങ്ങനെ കുറേ ആയി കോളും മെസ്സേജും വരുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവന്തിക്കൊക്കെ ആകെ ഒരു സങ്കടം, ആരാണെന്നൊന്ന് ഞാൻ കണ്ടുപിടിക്കാം പറഞ്ഞ ദേഷ്യത്തിൽ ഇങ്ങനെ ഫോൺ മേടിച്ച് വെക്കുന്നൊരു രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അവർണികയുടെ കാര്യം കുറേ കഷ്ടമാണ്. പ്രഗ്നൻ്റുമാണ്, കൂട്ടത്തിൽ ഇപ്പോൾ കിഷോറിൻ്റെ ചതിയും കൂടി ആകുമ്പോൾ അവർണിക താറുമാറായി തന്നെ പോകും. പിന്നീട് നമ്മുടെ ഗീതുവും ഗോവിന്ദും അവർ നമ്മുടെ ബെഡിൽ കിടന്ന് ഇങ്ങനെ പരസ്പരം ഇടുകിച്ചേർന്ന് കിടക്കുന്നൊരു രംഗമാണ് കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ എപ്പിസോഡ് എൻഡിങ്ങിൽ നമ്മൾ കണ്ടു കാണും. ഗീതു ഗോവിന്ദ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകാതിരിക്കാൻ വേണ്ടി ഗോവിന്ദിനെ സംശയിച്ചിട്ട് ഗോവിന്ദൻ രഞ്ജുവും തമ്മിൽ ഒന്നും നടക്കാതിരിക്കാൻ, ഗീതുവിൻ്റെ സംശയത്തിലൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗീതുവിൻ്റെ കാലും ഗോവിന്ദിൻ്റെ കാലും കൂടി ഇങ്ങനെ കെട്ടിയിടുന്നുണ്ട്. അതിൻ്റെ ഇതായിട്ടാണ് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഗീതുവിൻ്റെ മേത്തോട്ട് ഇങ്ങനെ വീഴുകയും പിന്നെ ഗീതുവും ഗോവിന്ദും തമ്മിലിങ്ങനെ ഗോവിന്ദിനെ എഴുന്നേൽക്കാൻ പറ്റാതെ ഇങ്ങനെ കുറേ നേരം ഗീതുവിൻ്റെ പൊക്കത്ത് തന്നെ ഇങ്ങനെ കിടക്കുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ കടന്നു വന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ രഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വെറും കോൺട്രാക്റ്റ് അല്ലാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നിങ്ങനെ നാണത്തോടെ ഇങ്ങനെ രഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗീതുവിൻ്റെ ആ പദ്ധതി എന്തായാലും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗീതുവും ഗോവിന്ദും ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടനോട് ഇപ്പോൾ എനിക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ മേത്ത് ഇങ്ങനെ വീണടക്കുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഴ്ച എന്തായാലും രണ്ടുപേരുടെയും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കീഴടക്കി എന്ന് വേണം തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള പ്രണയരംഗങ്ങൾ എത്രയും വേഗം പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.